ഒക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് പി.കെ. സിന്ധു ഞാറ്റുവേല ചന്തയും കർഷക സഭയും ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കർഷകർക്ക് സൗജന്യമായി പച്ചക്കറി വിത്തുകൾ നൽകി. കൃഷിയുടെ മഹത്വം വിളിച്ചോതി ഒക്കൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഞാറ്റുവേല ചന്തയും കർഷക സഭയും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. സിന്ധു ടീച്ചർ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഞാറ്റുവേല ചന്ത, കർഷക സഭ, അതുപോലെ തന്നെ വിള ഇൻഷുറൻസിന്റെ ക്ലാസ് ഇതെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് ഈ ഭരണസമിതി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇത് പ്രൊജക്ട് റെഡിയാക്കുന്നത്. ജൂൺ 22-ന് തുടങ്ങിയ ഞാറ്റുവേല 5 ദിവസത്തിൽ എനിക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. കർഷകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിയിൽ അവർക്ക് സ്വയം പര്യാപ്ത ഒക്കൽ ഗ്രാമപഞ്ചായത്തിന് നേടിക്കൊടുക്കുമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു കർഷക വിപണി ആരംഭിക്കുന്നതിന് ഞങ്ങൾ അടുത്ത ഭരണസമിതിയിൽ തീരുമാനമെടുക്കും. ആ കർഷക വിപണി എന്ന് പറയുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ മഹേന്ദ്ര മുത്തേടൻ സാറ് നമുക്ക് സീഡ് ഫാമിൽ കുറച്ച് ഏരിയ നമുക്ക് കർഷക വിപണിക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഞങ്ങൾ സഹായിക്കും. അങ്ങനെ ആ രീതിയിൽ നല്ല രീതിയിൽ കൃഷി വകുപ്പുമായി സമീപിച്ചിട്ടുണ്ട്. നല്ല ജനങ്ങളെ സ്വയം പര്യാപ്തത്തിലെത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K.O. ജോണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഹല്യ സദാനന്ദൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന ടീച്ചർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജെൻസി പീറ്റർ, ബ്ലോക്ക് മെമ്പർമാരായ CJ ബാബു, അമൃത സജിൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിബു TV, ജെസി ദേവസിക്കുട്ടി, സുൽഫിക്കർ EH, ഷാജു പാപ്പച്ചൻ, രാജേഷ് MK, ജിഷ സൈജൻ, അബ്ദുൽ ഫാസിൽ, കർഷക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക സഭയും അതുപോലെ ഞാറ്റുവേലയുമാണ് ഈ പഞ്ചായത്തിൽ ഏർപ്പെടുത്തിയത്. കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒരു കർഷകനാണ് ഈ നാടിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. അങ്ങനെ തന്നെയാണത്. കാരണം കർഷകരില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ആഹാരവും മറ്റുള്ള കാര്യങ്ങളും ഈ കർഷകരാണ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ മുൻപോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാറ്റുവേല ആരംഭിച്ച ഉടനെ തന്നെ നമ്മൾ ചെണ്ടുമല്ലി കൃഷി നമുക്ക് കർഷകർക്ക് സംബന്ധിച്ചു കൊടുക്കുന്ന വലിയൊരു കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് നമ്മൾ ഓണത്തിന് പൂ മേടിക്കാൻ നടക്കേണ്ട ആവശ്യമില്ല. പൂക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ച് നമ്മളെല്ലാവരും ഓണം വളരെ ഭംഗിയായിട്ട് കൊണ്ടാടും. അത് ആദ്യം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കൃഷിക്കുള്ള അതും ഏറ്റവും നല്ലൊരു അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാ സമയത്തും ആവശ്യമുള്ളൊരു വസ്തുവാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ കൊടുക്കുന്നു ഇന്നിപ്പോൾ. കാരണം നമുക്ക് ആവശ്യമായി ഇപ്പോൾ കൃഷി ചെയ്താൽ ഏത് കാര്യങ്ങളും ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ഇപ്പം. അതുകൊണ്ട് ഏത് തുപ്പ് പൊടിച്ച് കുത്തിയാലും പൊടിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൃഷി എന്തെങ്കിലും ചെയ്താൽ അത് ഓണത്തിന് പ്രയോജനമായി തീരും എന്ന് കണക്കിലെടുത്തുകൊണ്ട് എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യ കാര്യങ്ങളായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നതിന് വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് വളരെ മനോഹരമായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നു. കർഷകർക്ക് ഏറെ സഹായമാകുന്ന ഫസൽ ബീമ വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള പ്രത്യേക ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.